എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ തോറ്റു? അതാണല്ലോ ഇപ്പോൾ LDF ഉൾപ്പെടെ ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM-ന്റെ യോഗമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് തോറ്റത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീയിൽ ഒപ്പുവെച്ചതും പാളിയെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ജയിലിലായ A. പത്മകുമാറിനെതിരെ നടപടി വൈകിയത് പാർട്ടിക്കെതിരെ പ്രചാരണായുധമായെന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിലയിരുത്തൽ. സർക്കാർ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശശുദ്ധി എതിരാളികൾ വളച്ചൊടിച്ചെന്നും പാർട്ടിക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പുവെച്ചതോടെ CPM BJP ധാരണയായെന്ന UDF പ്രചാരണത്തിന് ശക്തിയായി. അത് അവർക്ക് തിരഞ്ഞെടുപ്പിൽ ഫലമുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ വിലയിരുത്തലായി വന്നിട്ടുണ്ട്. അമൽ തേനമ്പറമ്പിലാണ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പാർട്ടിക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണോ? തുടക്കത്തിൽ പറഞ്ഞതുപോലെയല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള പത്മകുമാറിനെതിരായി നടപടിയെടുക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നുണ്ട്. PM ശ്രീ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ, അതായത് കാരണങ്ങൾ ഒരുപാടാണ്. അതെന്തൊക്കെയാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഇപ്പോൾ CPM-നുണ്ടല്ലേ? പൂജ, ഈ CPM-ന്റെ വിലയിരുത്തൽ, ഇന്നലെ പുറത്തു വന്ന വിലയിരുത്തൽ യാഥാർത്ഥ്യത്തോട് അല്പം ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ ഇതിനു മുൻപ് മുഖ്യമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പലവട്ടം ചോദിച്ചതാണ് ഈ ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞത് ശബരിമല വിഷയം തിരിച്ചടി ആയിട്ടില്ല എന്ന് മാത്രമല്ല, ജനം അത് ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. രണ്ട് ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒന്ന്, ക്ഷേത്ര നഗരമായ കൊടുങ്ങല്ലൂരിൽ CPM-ന് നേട്ടമുണ്ടായി, BJP-ക്ക് കാര്യമായ നേട്ടമുണ്ടായില്ല. BJP ഭരിച്ചിരുന്ന പന്തളം നഗരസഭ BJP-യുടെ കയ്യിൽ നിന്നും പോകുന്ന അവസ്ഥയുണ്ടായി. ശബരിമല വിഷയം ചർച്ചയായിട്ടുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ വിഷയമായിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളിലും അത് പ്രതികരിക്കേണ്ടേ എന്നുള്ളതാണ് മുഖ്യമന്ത്രി എന്ന് മറുപടിയായി തിരിച്ചു ചോദിച്ചത്. അങ്ങനെ ശബരിമല ഒരു പ്രശ്നമാണെന്ന് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി എന്തായാലും തയ്യാറായിരുന്നില്ല. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനാണെങ്കിൽ വാർത്താ സമ്മേളനങ്ങൾ ഇതൊരു പ്രശ്നമേ അല്ല എന്നുള്ള തരത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്ത വിഷയത്തിലടക്കം പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ഇന്നലെ CPM-ന്റെ നേതൃയോഗം ചേരുന്ന സമയത്ത് 190 ആളുകൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം ഇത് തിരിച്ചടിയായി എന്നുള്ളതാണ്. അങ്ങനെ ഒരു പൊതുവിലയിരുത്തലായി ഇത് പുറത്തേക്ക് വരികയാണ്. ഇനി രണ്ട് PM ശ്രീ വിഷയമാണ്. PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചതുമായി ബന്ധപ്പെട്ട് UDF പറയുന്ന ആരോപണമുണ്ട്. ഒരു BJP CPM അന്തർധാര എന്നുള്ളതാണ് പറയുന്നത്. മുന്നണിയിലടക്കം കാര്യമായ കൂടിയാലോചനകളോ ചർച്ചകളോ ഒന്നുമില്ലാതെ ഒപ്പുവെക്കില്ല എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഈ അന്തർധാരയുണ്ട് എന്നുള്ള വ്യാഖ്യാനങ്ങൾക്ക് കരുത്ത് പകരുന്നതായി എന്നുള്ളതാണ് ഇന്നലത്തെ പൊതുവിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് വന്നിരുന്നു, സ്വർണം കെട്ടതാരപ്പ എന്നുള്ളൊരു പാട്ട് വന്നിരുന്നു. ആ പാട്ട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളത് മാത്രമല്ല, വലിയ ചർച്ചയായി എന്നുള്ളത് മാത്രമല്ല, ആ തിരിച്ചടി ഉണ്ടായതിന് ശേഷം പിന്നീട് ആ പാട്ടിൻ്റെ പിന്നണി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ അത് പിൻവലിക്കേണ്ടിയും വന്നു. ആ വിഷയത്തിൽ പോലും ജാഗ്രത ഉണ്ടായില്ല. അത് തിരിച്ചടി ആയിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് പാർട്ടി എത്തുകയാണ്. ഇതെല്ലാം പറഞ്ഞു വെക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള MV ഗോവിന്ദൻ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ സംസ്ഥാനത്തൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ എന്തായാലും ആ സമിതി തയ്യാറായില്ല. അത്തരമൊരു നിലപാട് ആരും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതും കൂടി ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഇനിയൊരു തിരുത്തൽ നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് പാർട്ടി വ്യക്തമാക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങുക, അതിനായി LDF-ന്റെ ഭാഗത്തു നിന്നും ഒരു കേരള യാത്രയുണ്ടാകും. ആ കേരള യാത്രയിൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഈ ശബരിമല വിഷയത്തിലടക്കം UDF-ഉം BJP-യും പറഞ്ഞ ചില കാര്യങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സർക്കാർ അങ്ങനെയല്ല, കൃത്യമായി തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തോട് ഇപ്പോൾ എല്ലാവരും, പ്രതിപക്ഷമടക്കം പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തെ സർക്കാർ സ്വാഗതം ചെയ്യുന്നു. സർക്കാരിന് ഇതിൽ അപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു കാര്യമാകും സർക്കാർ എന്തായാലും വിശദീകരിക്കാൻ പോകുക. ആ വിശദീകരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോ വോട്ടർമാരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് ഈ കേരള യാത്ര CPM ഉദ്ദേശിക്കുന്നത്, LDF ഉദ്ദേശിക്കുന്നത്. നിലവിൽ എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം എന്തുകൊണ്ട് തോറ്റു എന്നതിനെപ്പറ്റി യാഥാർത്ഥ്യബോധമുള്ള ഒരു വിലയിരുത്തൽ ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ.